ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടലില്ല. അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തു വെക്കുന്നത്. എപ്പോൾ അപ്ലോഡ് ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനൊരു വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനെ കുറിച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കുറേ കമൻസുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായതുകൊണ്ട് എനിക്ക് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇനിയും ഇതുപോലത്തെ സെയിം ഡൗട്ടുള്ള കുറേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു രീതിയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക, പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേൾപൂളിൻ്റെ 3 ടൈപ്പിലുള്ള വാഷിംഗ് മെഷീനുകളുണ്ട്. ഓരോ മോഡലിലും വ്യത്യാസമുണ്ട്. എൻ്റെ വേൾപൂളിൻ്റെ സ്റ്റെയിൻ വാഷ് പ്രോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, കുറേ മോഡൽ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. സ്റ്റെയിൻ വാഷ് പ്രോ ആൻഡ് രണ്ടാമത്തെ സ്റ്റെയിൻ വാഷ് റോയൽ പ്ലസ് ആണ് കേട്ടോ. മാജിക് ക്ലീൻ പ്രോ സ്റ്റെയിൻ വാഷ്, അങ്ങനെ 3 മോഡലാണ് ഉള്ളത് കേട്ടോ. അത് ഈ എൻ്റെ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ്റെ ഇതെന്ന് പറയുന്നത് ലിൻഡ് ഫിൽറ്ററാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 7.5 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേൾപൂളിൻ്റെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ വീഡിയോസ് ഇട്ടത് ഒന്നും കൂടി പോയി കാണാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിനുള്ള റിപ്ലൈ എങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീജ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിൻ്റെയാണ്. ക്വസ്റ്റ്യൻ ഒരു കമൻറ്റാണ്. ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് വാഷ് ചെയ്യാൻ പോകണം, എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ചെയ്താൽ മതി, നന്നായി, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്താ പറയുക, നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഡ്രസ്സ് കഴുകാൻ ഈ അലർജി ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ, ആ അലർജിക്ക് ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആളുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ആളിനെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ വായിൽ വന്ന് വൈസ് ചാൻസലർ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്തു. അപ്പോൾ അത് തെറ്റാണെന്നുള്ള രീതിയിൽ ആ ചേട്ടൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊരു ഇതിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഹോസ്പിറ്റലിൽ ഇപ്പോൾ രോഗികളുടെ കൂടെ നിൽക്കുന്ന സഹായത്തിന് ഹെൽപ്പിന് നിൽക്കുന്ന ഒരാളിനെ എന്താ വിളിക്കുക എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. സഹായി എന്നല്ലാണ്ട് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ എന്താ വിളിക്കുക എന്നൊന്ന് പറയും. ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന, എനിക്ക് അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് ഈ കേൾക്കുന്നവർ ഈ ഹോസ്പിറ്റലിൽ രോഗികളുടെ കൂടെ ഒരാൾ നിൽക്കുമല്ലോ, ആ ആളിനെ, നമ്മുടെ കൂടെ വരുന്ന ഒരാൾ നിർത്തുമല്ലോ, അയാളിനെ എന്താണ് ഇംഗ്ലീഷിൽ പറയുക. ഞാൻ വൈസ് ചാൻസലർ എന്നാണ് പറഞ്ഞത്, അത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒരു കമൻറ്റ് കണ്ടത് സഹ്ല വന്നിട്ട് കംഫർട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കംഫർട്ട് എന്ന് പറയുന്നത് എൻ്റെ മിഷനിൽ 3 വാഷിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ വാഷിംഗ് 24 മിനിറ്റ്സ്, ലാസ്റ്റ് 24 മിനിറ്റ്സ് ഉള്ള സമയത്ത് ഞാൻ അത് പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് എന്താ പറയുക, കംഫർട്ട് ഒഴിച്ചിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതായത് ചിലവരുടെ മെഷീനിൽ ചിലപ്പോൾ 3-4 വാഷിങ്ങോ അങ്ങനെ എത്ര വാഷിംഗ് ആണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാഷിങ്ങിൻ്റെ ടൈമിൽ പോസ് ചെയ്ത് വെക്കുക. അതായത് സ്റ്റാർട്ട് ഓർ പോസ് ബട്ടൺ ഉണ്ടാവും അതിൽ. അപ്പോൾ ആ ബട്ടണിൽ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മുടെ ലിഡ് തുറന്നിട്ട്, വാഷിംഗ് മെഷീൻ തുറന്നിട്ട് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ എവിടെയാണോ നിന്നത് അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അല്ലാണ്ട് തുടക്കം മുതൽ സ്റ്റാർട്ട് ആവില്ല. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ്, ഇപ്പോൾ 24 ആണ് കാണിച്ചതെങ്കിൽ ആ 24 തൊട്ട് തന്നെ സ്റ്റാർട്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഉണക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഉണക്കാനിടുമ്പോൾ ഒരു തുള്ളിയെങ്കിലും വെള്ളം വരും. പക്ഷേ നമ്മൾ മെഷീനിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം വരില്ല, പക്ഷേ നനവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെയിലത്തോ അല്ലെങ്കിൽ കാറ്റത്തോ ഇട്ട് ഉണക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്നത് പോലെയുള്ള ഉണക്കൊന്നും മെഷീനിലിട്ടാൽ കിട്ടില്ല. നമ്മൾ മെഷീനിൽ വാഷ് ചെയ്യുക, പിഴിഞ്ഞ് നമുക്ക് തരും, വാഷ് ചെയ്ത് പിഴിഞ്ഞ് തരും. അത് നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്തിട്ടോ കാറ്റത്തിട്ടോ ഉണക്കണം കേട്ടോ. അങ്ങനെയാണ്. അല്ലാതെ ഉണക്കി
ഉണക്കി കിട്ടുന്നില്ല. എൻ്റെ മെഷീനിൽ ഞാനിപ്പോൾ മേടിച്ചിട്ട് അധികമായിട്ടില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ തുണി ഡ്രൈ ആയി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെയിം ക്വസ്റ്റ്യൻ ആണ് ഏകദേശം. അപ്പോൾ ഇത് അത്രയും ഡ്രൈ ആയി കിട്ടത്തില്ല, ഒരു ചെറിയ നനവുണ്ടാവും. അപ്പോൾ നമ്മൾ കാറ്റത്ത് വെയിലത്ത് ഇട്ട് ഉണക്കേണ്ടി വരും കേട്ടോ. പിന്നെ RPM നോക്കിയതിന് ശേഷം തുണികൾ വെയിലത്തിട്ട് തുണികൾ നമ്മൾ RPM എത്രയാണെന്നുള്ളതിനനുസരിച്ച് ലോഡ് കൂടുതലാക്കാണ്ട് വെയിലത്തിട്ട് ഉണക്കുക. RPM കുറവുള്ള മെഷീനുകളിൽ അധികം ഡ്രൈ ആവില്ല. അപ്പോൾ നമ്മൾ വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കണം. കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു നനവുണ്ട്, അപ്പോൾ ഞാൻ വെയിലത്തിട്ട് ഉണക്കാറുണ്ട് കേട്ടോ. പിന്നെ സോക്കിങ് ഒഴിവാക്കാൻ ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോക്കിങ് ഒഴിവാക്കാൻ ഞാൻ എൻ്റെ സ്റ്റെയിൻ വാഷ് പ്രോയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ കണ്ടിട്ടില്ല. അത് നോർമലി സോക്കിംഗ് ഒക്കെ മൊത്തത്തിൽ വരുന്ന ഒരു സംഭവമാണ്. സോക്കിംഗ് ഒഴിവാക്കാൻ അതിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ യൂസ് ചെയ്തിട്ട് അതിൽ സോക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനോ ബട്ടണോ ഒന്നും അതിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് സോക്കിംഗ് ഒഴിവാക്കാൻ പറ്റില്ല. സോക്കിംഗ് അതിൻ്റെ കൂടെ തന്നെ നടന്നു പോകും. പിന്നെ സോക്കിംഗ് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് വാഷ് യൂസ് ചെയ്താൽ മതി. എക്സ്പ്രസ് വാഷ് എന്നും ഒരു ബട്ടൺ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് വാട്ടർ ലെവൽ സെറ്റാണോ, നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ലെവൽ ഓൾറെഡി അത് സെറ്റാണ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനുകൾ നമ്മൾ ചൂസ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാനുവലിലേക്ക് ഓട്ടോമാറ്റിക്കലി മാനുവലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് വാട്ടർ ലെവൽ സെറ്റ് ആക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ നിൽക്കും. മെഷീനായിട്ട് മാനുവലിലേക്ക് മാറുന്ന സമയം നമുക്ക് അത് കാണുമല്ലോ. മാനുവലിലേക്ക് മാറുമ്പോൾ ആ ലൈറ്റ് കാണുമല്ലോ. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ട് വാട്ടർ ആണെങ്കിലും വൈറ്റ് വാഷ് ആണെങ്കിലും ഒക്കെ എൻ്റെ മെഷീൻ മാനുവലിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാനുവലായിട്ട് വാട്ടർ ലെവൽ സെറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഓപ്ഷനുകളും ഡിഫോൾട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അതിൽ സെറ്റാണ് കേട്ടോ വാട്ടർ ലെവൽ. അതായത് RPM എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 3 ടൈപ്പിലുള്ള വാഷിംഗ് മെഷീൻ ഞാൻ പറഞ്ഞല്ലോ. എന്താണ് സ്റ്റെയിൻ വാഷ് പ്രോ ആൻഡ് മാജിക് ക്ലീൻ പ്രോ സ്റ്റെയിൻ വാഷ്, പിന്നെ മൂന്നാമത്തെ സ്റ്റെയിൻ വാഷ് റോയൽ പ്ലസ്. ഈ മൂന്നിലും വരുന്ന RPM എന്ന് പറഞ്ഞാൽ 740 തന്നെയാണ് കേട്ടോ. 740 RPM തന്നെയാണ്. അപ്പോൾ അത് കറങ്ങുന്ന സ്പീഡ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ കറങ്ങുന്ന സ്പീഡ് എൻ്റെ ഇവിടെ ലൈറ്റ് ഇത്തിരി കുറവാണ് എനിക്ക്. അപ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല. എങ്കിലും ഞാൻ ഈ സൈഡിൽ അതിൻ്റെ കറങ്ങുന്ന ലാസ്റ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കറങ്ങുന്ന ഒരു സ്പീഡ് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കഴുകിയ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഓസിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ വരുന്ന ബാക്ക് സൈഡിൽ എന്തെങ്കിലും ബ്ലോക്കേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും പോകാത്തത്. ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഓസ് ഉണ്ടല്ലോ, ഈ വാഷിംഗ് മെഷീനിൻ്റെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്, അതിലെന്തെങ്കിലും വന്ന് ബ്ലോക്കായി കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അല്ലാതെ എനിക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനും ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അത് ഒരു ഈ വാഷിംഗ് മെഷീനെ അറിയുന്ന ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും വിളിച്ച് കാണിക്കുക കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്വമാണല്ലോ. നമ്മളൊരു വീഡിയോ ഇട്ട സ്ഥിതിക്ക് അതിൻ്റെ ഒരു റിപ്ലൈ കൊടുക്കണമല്ലോ. പിന്നെ ഇത്രയും നാൾ റിപ്ലൈ ഇല്ലാണ്ടിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എല്ലാം മുടങ്ങിക്കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ റിപ്ലൈ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും താഴെ പോയിട്ട് കമൻറ്റ് ഇടുന്നതിനും കാട്ടിലും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ മാറിയപ്പോഴാണ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇച്ചിരി കമ്മിയായപ്പോഴാണ് ചാനലൊക്കെ നോക്കിയതും ഈ കമൻസിലൊക്കെ കണ്ടതും. അപ്പോൾ അതിനൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് റിപ്ലൈ തരുന്നത്. അപ്പോൾ അതൊന്നും ഒരു ടെക്നീഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടോ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ബ്ലോക്കേജ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കരട് പൊടികളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ വാങ്ങിയിട്ട് കുറേ ആയോ, ഓട്ടോമാറ്റിക് പെട്ടെന്ന് കേടുവരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല. വാങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു തോട്ടാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തോട്ടാണ് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഞാൻ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല കേട്ടോ.
പിന്നെ ഓട്ടോമാറ്റിക് സാധനം പെട്ടെന്ന് കേട് വരുന്നു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് നമ്മൾ ഏതൊരു സാധനം മേടിക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ലാസ്റ്റിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിന് ലാസ്റ്റിങ് കിട്ടും. അല്ലാതെ പെട്ടെന്ന് കേടൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ കൂടുതലും ആൾക്കാരും ഈ ഓട്ടോമാറ്റിക് തന്നെയാണല്ലോ ചൂസ് ചെയ്യണത്. അതിൽ അത് പെട്ടെന്ന് കേട് വരും എന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന ആൾക്കാരൊന്നും മേടിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, കാരണം ഞങ്ങൾ മേടിച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക മാക്സിമം, അത്രയും എനിക്ക് പറയാനുള്ളൂ. തല്ലിപ്പൊളി സാധനങ്ങളൊന്നും ഒരാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, മുരുകേശൻ പറഞ്ഞിട്ടൊരു വല്ലാത്ത വൈബ്രേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിപ്പൊളി സാധനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മേടിച്ചതിൽ 740 RPM ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ടൈമിൽ കറങ്ങുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും വൈബ്രേഷൻ കമ്മിയാണ് കേട്ടോ, വൈബ്രേഷൻ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ എല്ലാ മെഷീനും ഒരുപോലെ ആവണ്ട, ചിലപ്പോൾ ഓരോ വർഷത്തെയും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ചിലർ മേടിച്ചത് 2023 24, ചിലപ്പോൾ ഞാൻ 2025 മോഡലുള്ള വാഷിംഗ് മെഷീനാണ് മേടിച്ചത്. ഇത് വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മേടിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിൽ തല്ലിപ്പൊളി സാധനമല്ല, നല്ല അടിപൊളി സാധനമാണ്, എനിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ E1 എന്ന് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ E1 എന്ന് കാണിക്കുന്നത് എൻ്റെ ഇതിൽ ഇതുവരെ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല. P1 P2 എന്ന് അതിൽ എഴുതി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്, ആ റീഡിങ് ടൈമിൽ എഴുതി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ P1 P2 ഒക്കെ ആണെങ്കിൽ അത് പ്രോഗ്രാമാണ്. E1 എന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വല്ല എറർ കാണിക്കുമായിരിക്കും, എന്തെങ്കിലും ഇലക്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് എന്നുള്ളതിൻ്റെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ വല്ല വോൾട്ടേജ് പ്രോബ്ലമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കുറവ് വരുമ്പോൾ E1 എന്ന് കാണിക്കുമായിരിക്കും. എൻ്റെ ഇതിൽ ഇതുവരെയും കാണിച്ചിട്ടില്ല അങ്ങനത്തെ ഒന്നും. പിന്നെ പല മെഷീനുകളും ഇച്ചിരി വ്യത്യാസമുണ്ട്. ചിലതിൽ നമുക്ക് വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളൊക്കെ ഉണ്ട്, വേൾപൂളിൻ്റെ തന്നെ. എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള ഓപ്ഷനുകളൊന്നും ഇല്ല. സ്റ്റെയിൻ വാഷ് പ്രോ എന്ന വാഷിംഗ് മെഷീനാണ്. ലിൻഡ് ഫിൽറ്ററാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതെ 740 RPM. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 22,000 ആണ് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിലും കമ്മിയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് ഇനിയിപ്പോൾ അവരിൻ്റെ കമ്പനിയിൽ നിന്ന് എപ്പോൾ ആൾ വരാനാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ഒന്ന് തരാനായിട്ട്. ചിലപ്പോൾ വന്നില്ല എന്നും വരും നമ്മളിവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷോറൂമിൽ പോയിട്ട് തന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഷോറൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് അറിയിക്കുമ്പോൾ അവർ വേഗം വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഷോറൂമിൽ തന്നെയാണ് പോയി എടുത്തത്. അപ്പോൾ അവിടെ ഡയറക്റ്റായി പോയി എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് 22,000 വന്നു. ഓൺലൈനിൽ കുറച്ച് കമ്മിയാണ്. അപ്പോൾ 22,000 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എല്ലാത്തിനും ഉള്ള മറുപടി ആയി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല വാഷിംഗ് മെഷീനാണ് കേട്ടോ, ഞങ്ങൾ നോക്കി തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ടൈം കുറച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടൈം കുറച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ, ടൈം കുറച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. എല്ലാ ക്വസ്റ്റ്യനുള്ള കമൻസുകളും ഞാൻ ആൻസറുകളും റിപ്ലൈയും തന്നിട്ടുണ്ട് തോന്നുന്നു. എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ അതായത് വേൾപൂളിൻ്റെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പോയി കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻഡ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുകളൊക്കെ തീർന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.